പഞ്ചവൻ കാട്ടിലെ ജീവവൃക്ഷം. അതിമനോഹരമായ ഒരു വനമുണ്ടായിരുന്നു പണ്ട്. ആ വനമാണ് പഞ്ചവൻ കാട്. ആ കാടിൻ്റെ ഒത്ത നടുക്ക് ഒരു വലിയ പടുകൂറ്റൻ വൃക്ഷമുണ്ടായിരുന്നു. വലിപ്പമുള്ള ശിഖരങ്ങളും തിളക്കമുള്ള ഇലകളുമായി അവൻ വാനോളം പൊക്കത്തിൽ ഞെളിഞ്ഞു നിന്നു. അതാണ് ജീവവൃക്ഷം. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒത്തൊരുമയോടുകൂടി ആ വൃക്ഷത്തിൻ്റെ തണലിൽ വസിച്ചിരുന്നു. ഒരിക്കൽ കാട് വിഴുങ്ങുവാനായി എങ്ങും കാട്ടുതീ പടർന്നു പിടിച്ചു. പക്ഷേ ജീവവൃക്ഷത്തെ മാത്രം കാട്ടുതീ തൊട്ടില്ല. അടുത്തായി കാടിനെ ഇളക്കി മറിച്ച് കാറ്റും പേമാരിയും വന്നു. ജീവവൃക്ഷത്തെ ഒന്ന് കുലുക്കാൻ പോലും കാറ്റിന് സാധിച്ചില്ല. ഈ ദുരന്തങ്ങൾ വന്നപ്പോഴെല്ലാം മൃഗങ്ങൾ സ്വസ്ഥമായി ജീവവൃക്ഷത്തിൻ്റെ തണലിൽ സുരക്ഷിതമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ജീവവൃക്ഷത്തിൽ ഒരു തിളക്കമുള്ള ഫലം പ്രത്യക്ഷപ്പെട്ടു. മൃഗങ്ങളെല്ലാം അത്ഭുതത്തോടെ വന്ന ആ ഫലത്തെ നോക്കി നിന്നു. അവർക്കിടയിൽ അന്നാദ്യമായി ഒരു തർക്കമുണ്ടായി. ആരാദ്യം ആ ഫലം ഭക്ഷിക്കുമെന്നതിനെ തുടർന്ന് തർക്കം അതിഭീകരമായി കൂടിക്കൊണ്ടേ വന്നു. ഈ സമയം ഒരു കുരങ്ങച്ചൻ മെല്ലെ ആരും ശ്രദ്ധിക്കാതെ ചെന്ന് ആ ഫലത്തെ കട്ടെടുത്തു. പെട്ടെന്ന് കാട് നിശ്ചലമായി. ഉടനെ തന്നെ കാടിനെ വിഴുങ്ങുവാൻ എവിടെ നിന്നോ കാട്ടുതീ പടർന്നു പിടിച്ചു. ജീവവൃക്ഷത്തെയും കാട്ടുതീ കാർന്നു തിന്നു. മൃഗങ്ങളെല്ലാം കാട്ടുതീയിൽ പെട്ട് മരിച്ചു. പക്ഷേ കുരങ്ങച്ചൻ മാത്രം ബാക്കിയായി. കുരങ്ങൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് ആ ഫലം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുരങ്ങച്ചനെ തീ തൊട്ടില്ല. കുരങ്ങച്ചൻ സുരക്ഷിതമായി തന്നെ കാട്ടിനുള്ളിലിരുന്നു. ആ സമയം കുരങ്ങച്ചന് മനസ്സിലായി, ജീവവൃക്ഷമാണ് ഈ കാടിൻ്റെ ആയുസ്സെന്ന്. അതുകൊണ്ട് തന്നെ കുരങ്ങച്ചൻ ആ ഫലത്തിനുള്ളിലെ വിത്ത് മണ്ണിൽ നട്ടുവച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തിളക്കമുള്ള ഇലകളോടുകൂടി മണ്ണിൻ്റെ അടിയിൽ നിന്നൊരു ചെറിയ മുകുളം പൊങ്ങി വന്നു. കുരങ്ങച്ചന് കാര്യം മനസ്സിലായി, ഇത് ഒരു ജീവവൃക്ഷം തന്നെ. ഇതിനെ പരിപാലിച്ച് വളർത്തിയെടുക്കണം. വർഷങ്ങൾ കഴിഞ്ഞു. വൃക്ഷം വളർന്നുകൊണ്ടേയിരുന്നു. വൃക്ഷത്തിൻ്റെ ഓരോ വളർച്ചയിലും മൃഗങ്ങൾ കാട് തേടി വന്നു. പഞ്ചവൻ കാട്ടിൽ വീണ്ടും മൃഗങ്ങൾ വന്നു നിറഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വീണ്ടും പെട്ടെന്ന് തന്നെ വൃക്ഷത്തിൽ ഒരു തിളക്കമുള്ള ഫലം പ്രത്യക്ഷപ്പെട്ടു. മുത്തച്ഛനായ നമ്മുടെ കുരങ്ങച്ചൻ ഈ ഫലത്തെപ്പറ്റി മറ്റു മൃഗങ്ങളോട് വിവരിച്ചു കൊടുത്തു. ഈ ഫലം നമുക്ക് ഭക്ഷിപ്പാനുള്ളതല്ല, ഇത് ഭൂമിക്കുള്ളതാണ്. ഭൂമിയിൽ വിഴുന്ന് ഇതിൻ്റെ വിത്തുകൾ ഇനിയും മുളയ്ക്കണം. ഇനിയും ഈ കാട് നിറയെ ജീവവൃക്ഷങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ആ ഫലം ഭൂമിയിലേക്ക് വീഴുകയും ആ വിത്തിൽ നിന്നും അനേകായിരം ജീവവൃക്ഷങ്ങൾ ആ കാട് നിറയെ ഉണ്ടാവുകയും ചെയ്തു. എല്ലാ മൃഗങ്ങളും സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയും കൂടെ ആ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വസിച്ചു. ഇതാണ് പഞ്ചവൻ കാട്ടിലെ ജീവവൃക്ഷം. ഇങ്ങനെ ഓരോ ജീവവൃക്ഷവും നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളറിയാതെ നമുക്ക് വേണ്ടി, നമുക്ക് തണലായി, നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം. ആ വൃക്ഷം ഏതാണ് എന്ന് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും നമ്മൾ തന്നെ കണ്ണു തുറക്കേണ്ടതുണ്ട്. എൻ്റെ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.